ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ടിക്ക ബിരിയാണിയാണ്. ചിക്കൻ ടിക്ക ബിരിയാണി റെസ്റ്റോറൻറ്റിലെ അതേ രുചിയോട് കൂടി തന്നെ ഈസി ആയിട്ട് വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ടിക്ക ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ വരുന്ന ചിക്കൻ ബ്രസ്റ്റ് ആണ്. ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ മീഡിയം വലിപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഫുൾ ചിക്കനാണ് കയ്യിലുള്ളതെങ്കിൽ അതെടുത്താലും മതി. അടുത്തതായി നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ചേർക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള തൈര് ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് മാറിനേറ്റ് ചെയ്യാം. ചിക്കൻ നമ്മളിതാ ഇവിടെ നന്നായിട്ട് മാറിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ചിക്കൻ നമ്മൾ മാറിനേറ്റ് ചെയ്തിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ചിക്കൻ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കിട്ടാൻ. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെക്കാതെ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഹാർഡായി പോകും. അതൊന്ന് ശ്രദ്ധിക്കുക. ചിക്കൻ മുഴുവനായിട്ടും നമ്മൾ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. സമയം എടുത്തിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് മാറ്റാം. ചിക്കൻ മാറ്റിയതിന് ശേഷം ഓയിലിൽ നിന്ന് 1/4 ഭാഗവും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഈ ഓയിലിലാണ് നമ്മളിനി മസാല തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. മസാല തയ്യാറാക്കാൻ ഈ ഓയിൽ തന്നെ എടുക്കുക. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ചിക്കൻ ടിക്ക ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് നമുക്ക് 2 സവാള നൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഏകദേശം 4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് ബിരിയാണി റെസിപ്പികളുണ്ട്. എല്ലാം വേറെ വേറെ ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാതും വ്യത്യസ്ത രുചിയിലുള്ള റെസിപ്പികളാണ്. അടുത്തതായി നമുക്കിതിലേക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല, 1/4 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു ചിക്കൻ ടിക്ക ബിരിയാണി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. അടുത്തതായി നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 ടൊമാറ്റോ മിക്സിയുടെ ചെറിയ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഫൈനായിട്ട് അരച്ചെടുക്കാൻ. അതിനുശേഷം ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ പ്യൂരി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല കൊതിപ്പിക്കുന്നൊരു മണമാണ് വരുന്നത്. ഒരു രക്ഷയുമില്ല. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറക്കാം. തുറന്നതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ടിക്ക ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി വെള്ളം ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 5-6 ഏലക്ക, 5-6 ഗ്രാമ്പു, ഒരു വലിയ പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരല്പം മാത്രം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി ലോങ് റൈസ് ആണ്. റൈസ് നമ്മൾ കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു.
അതിനുശേഷം വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റൈസ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റൈസ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. പകുതി മാത്രം അടച്ചു വെച്ചാൽ മതി. നമ്മുടെ റൈസ് ഒരു 90% മാത്രം കുക്കായാൽ മതി. റൈസ് കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസ് എന്തായി എന്ന് നോക്കാം. റൈസ് ഓവർ കുക്ക് ആയിട്ടില്ല. ഓവർ കുക്ക് ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ റൈസ് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് കുക്കിംഗ് പോട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓയിലിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക. പോട്ടിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും റൈസ് ഇട്ട് കൊടുക്കാം. റൈസിന്റെ പകുതി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. റൈസ് ഇപ്പോൾ പകുതി മാത്രമേ നമ്മൾ ഈ പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഓയിലിൽ നിന്ന് കുറച്ച് മാത്രം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓപ്ഷണലാണ്, ഒരു നിർബന്ധവുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് റെഡ് ഫുഡ് കളർ 2-3 ഡ്രോപ്പ് മാത്രം ഒന്ന് ഒറ്റിച്ചു കൊടുക്കാം. ഇതും ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇനി നമുക്ക് കുക്കിംഗ് പോട്ട് അടച്ചു വെക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. റൈസ് നമ്മൾ ദമ്മിൽ വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അതേ ടേസ്റ്റിലുള്ള ചിക്കൻ ടിക്ക ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.